അതായത് സമീപകാലത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ രാജ്യതലസ്ഥാനം ഒരുപക്ഷെ സ്തംഭിച്ച തരത്തിലാകുന്ന സമരങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിൽ പൂർണ്ണമായും ശാശ്വതമായും ഈ സമരം ചെയ്തിട്ടുള്ള സമരമായി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണാർത്ഥത്തിലില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുൻപിലുണ്ട്. ഇതിപ്പോൾ രാജി ആവശ്യപ്പെട്ട് CJPക്കൊപ്പം തന്നെ രാജ്യത്തിന്റെ പ്രതിപക്ഷമാകുകയും രാജ്യമാകുകയും അവർക്കൊപ്പം ആ വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം യുവതലമുറയ്ക്കൊപ്പം ചേരുന്നൊരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. ഇനിയും കേന്ദ്രം കണ്ടില്ല എന്ന് തന്നെ നടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണോ കരുതേണ്ടത്? അതിനപ്പുറത്തേക്ക് ഒരു അനുനയ നീക്കം ഈ വിഷയത്തിൽ നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കത്തിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും രാവിലെ ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന MP-മാരുമായി സംസാരിച്ച വിഷ്ണു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, രാവിലെ കോൺഗ്രസ് നേതാക്കളുമായി വിഷ്ണു സംസാരിച്ചിരുന്നു. എന്താണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്ന സൂചന? ഇന്നെന്തായാലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം നീറ്റ് അടക്കമുള്ള പ്രശ്നങ്ങളിലാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിനങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായത് എങ്കിൽ ഇന്നലെ നടന്ന കോൺഗ്രസിന്റെ MP-മാർക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ നടപടിയെയാണ് ഇപ്പോഴെന്തായാലും കോൺഗ്രസ് ശക്തമായി സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയും മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് MP-മാർ മാത്രമല്ല, അഖിലേഷ് യാദവിനെ പോലെയുള്ള നേതാക്കൾ, അതോടൊപ്പം സുപ്രിയ സുലെ അടക്കമുള്ള 2 മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാവരും കൂടി നിൽക്കുകയാണ് പോലീസിന്റെ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ പ്രശ്നമായി കാണാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇതിനോടകം തന്നെ ഒന്നിലേറെ MP-മാരാണ് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ഇനിയുള്ള ദിനങ്ങളിൽ ഇതിന് കേന്ദ്ര സർക്കാരിന് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച ഉയരണം, ചർച്ച നടക്കണം. അതും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നടത്തിയാൽ പോരാ എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. എത്ര പെട്ടെന്ന്, അതായത് ഇന്ന് നടക്കുമെങ്കിൽ ഇന്ന് നടക്കണം, അല്ലാത്ത പക്ഷം സഭയുടെ ഒരു നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, ലോക്സഭ MP-മാർ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഈ തീരുമാനത്തോടെ എങ്ങനെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കൂടി സമീപനം സ്വീകരിക്കുമെന്നതാണ് ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. കാരണം പാർലമെന്റിലെ മറ്റ് വിവിധ കക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട വിവിധ കക്ഷികളുടെ യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലാണ് യഥാർത്ഥത്തിൽ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു തീരുമാനമെടുക്കുന്നത്. കാരണം ഇതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല. എന്നിരുന്നാൽ കൂടിയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഈ സമരം ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഒരു വിശാല അർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒന്നിക്കണം എന്നൊരു നിർദ്ദേശമാണ് മമതാ ബാനർജിയും അഖിലേഷ് യാദവിനെയും പോലുള്ള നേതാക്കൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോർ കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കോർഡിനേഷന് ശേഷമായിരിക്കും ഇന്നത്തെ സമരം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. അതിനു മുമ്പായി നമുക്ക് രാവിലെ പറഞ്ഞുകൊണ്ട് മാത്രം, അതായത് ഈ തലത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പോസ്റ്റുകളായി ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്ത് നോക്കുകയും ഈ സമരം വലിയ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് മറ്റു തലത്തിലേക്ക് ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിനെ പറ്റി കൂടി പറഞ്ഞു പോകാം. അക്ഷയ പറഞ്ഞതുപോലെ തന്നെ അത് അങ്ങനെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇതിന് കൃത്യമായൊരു മറുപടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പറയുന്നത് ഈ സമരം തുടങ്ങിയത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ആദ്യം ഉന്നയിക്കുന്നത് NSU ആണ്. NSU രാജ്യവ്യാപകമായി ഈ പ്രതിഷേധ സമരങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സീനിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നത്. തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് വലിയ സ്വീകാര്യതയൊക്കെ കിട്ടുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി കൺസിസ്റ്റൻ്റായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം കോട്ടയിൽ പോയി ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഡെറാഡൂണിൽ മറ്റൊരു ചടങ്ങിൽ മറ്റൊരു ഈ സംവാദ പരിപാടി കൂടിയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിൽ പാർലമെന്റിൽ ഈ വിഷയം ആദ്യം മുതലേ ഉന്നയിക്കുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന ഒരു വാദത്തോട് നേതൃത്വത്തിന് കോൺഗ്രസ് നേതാക്കൾ അതിനോട് ശക്തമായി വിയോജിക്കുകയാണ്. കാരണം നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു, സുപ്രിയ സുലെ ഉണ്ടായിരുന്നു, ഈ മറ്റ് പല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെയും MP-മാർ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പിന്തുണ നൽകിക്കൊണ്ട് ഈ സമര സ്ഥലത്ത്, അതായത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടന്ന ഉപരോധ സമരത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺഗ്രസിൻ്റെ പരിപാടിയല്ല, മറിച്ച് ഒരു പ്രതിപക്ഷത്തിൻ്റെ പരിപാടി എന്ന നിലയിലാണ് കോൺഗ്രസ് ഇതിനെ പൊതുവെ ഈ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നത്തെ മാധ്യമങ്ങളുടെ, അതായത് ഇന്നലത്തെ മാധ്യമ
മിനിഞ്ഞാന്നത്തെ മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് CJP ആയിരുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെ അത് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഏതായാലും ഇക്കാര്യത്തിൽ പച്ചകാൽ മുന്നോട്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞുള്ള ഒരു അനുനയത്തിനും തയ്യാറല്ല എന്ന സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിമാരും നേതാക്കളും നൽകുന്നത്. തീർച്ചയായും രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം, ഈ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധമാണ് ഉണ്ടായത്. ആ വിദ്യാർത്ഥി പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുന്ന ഘട്ടത്തിൽ ഒപ്പം ചേരുന്നത്. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇതാ കറുത്ത വസ്ത്രം ധരിച്ച് പാർലമെന്റിലേക്ക് എത്തുന്നതിന്റെ അദ്ദേഹം കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന. എല്ലാ എംപിമാരും കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധിക്കാൻ, ഇന്നലെ ഉണ്ടായിട്ടുള്ള മർദ്ദനത്തിൽ, വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനത്തിൽ പ്രതി അതിനെതിരായിട്ടുള്ള പ്രതിഷേധം കാഴ്ചവെക്കാനായി കറുത്ത വസ്ത്രം ധരിച്ച് ഇന്നെത്തുമെന്നുള്ള കാര്യം നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു രാഹുൽ. സാധാരണഗതിയിൽ രാഹുൽ എപ്പോഴും നമ്മൾ വെളുത്ത ടീഷർട്ടിട്ടാണ് കാണാറെങ്കിൽ ഇന്ന് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി, പ്രതിഷേധ സൂചകമായി കറുത്ത ടീഷർട്ടുമായി ലോക്സഭയിലേക്ക്, പാർലമെന്റിലേക്ക് എത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. എന്തായാലും ബാലു സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഈ സമരത്തെ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു. CJP പിന്നോട്ട് പോയാൽ പോലും അവർ പിന്നോട്ട് പോകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ വളരെ സമാധാനപരമായി മറ്റ് കവറേജുകളോ മറ്റ് ശ്രദ്ധയോ ഒന്നും പിടിച്ചു പറ്റിയില്ലെങ്കിൽ പോലും ആ സമരവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പിന്നീട് പൂർണ്ണമായും ഈ സമരത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെയും ഒപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പരമപ്രധാനമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത്. ആ ആവശ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമോ? അതുണ്ടായില്ലെങ്കിൽ എങ്ങനെ ഈ പാർട്ടികൾ ഇങ്ങനെ പെറ്റുപെരുകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ സമരങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ നീതികേടിനെതിരെ, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയാണ് ഈ സമരം തുടങ്ങിയത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകുന്നു.